എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പട്ടണത്തിൻ്റെ പല പ്രദേശങ്ങളിലും റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന അസോസിയേഷനുകളാണ് ചാലക്കുടിയിലുള്ളത്. തീർച്ചയായിട്ടും ചാലക്കുടിയിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ ക്രാക്ട് എന്ന് പറയുന്ന ഒരു ഫോമും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. നോർത്ത് അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷിക സമ്മേളനത്തിലാണ് പങ്കെടുക്കാൻ സാധിച്ചത്. ഈ അസോസിയേഷൻ ചാലക്കുടി നഗരസഭയ്ക്ക് പട്ടണത്തിന് വേണ്ടി ഒരുപാട് നല്ല ഇടപെടലുകൾ നടത്തുന്ന ധാരാളം കുടുംബങ്ങളുള്ള ഒരു അസോസിയേഷനാണ്. ഈ വാർഷിക സമ്മേളനത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കബീർക്ക എഴുതി തയ്യാറാക്കിയ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. സംഭവം മൊയ്ലൻ ഡോക്ടറിൻ്റെ അതിലൂടെയുള്ള വഴിയിലുള്ള റോഡിൻ്റെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എഴുതി തയ്യാറാക്കിയാണ് അവതരിപ്പിക്കുന്നത്. ആ വിഷയത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നഗരസഭാ അധികൃതരെയും കൗൺസിലർമാരെയും നിരന്തരമായി അറിയിച്ചിട്ടും ഈ വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലുകളും നടക്കുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നഗരസഭയുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ അസോസിയേഷൻ അവരുടെ തനത് ഫണ്ടിൽ നിന്നും ഏകദേശം 20,000-ഓളം രൂപ ചെലവഴിച്ച് ആ പ്രശ്നം പരിഹരിച്ചെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതിൻ്റെ പ്രസിഡന്റായിട്ടുള്ള കബീർ എന്ന് പറയുന്ന ഇക്ക എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം പ്രസംഗിക്കുന്ന നഗരസഭാ ചെയർമാന്റെ പ്രസംഗമാണ് വളരെ ശ്രദ്ധേയമായൊരു സംഭവം. അദ്ദേഹം ഈ കബീർക്കയുടെ പ്രസംഗത്തിന് ഒരു മറുപടി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് പൂർണ്ണമായും ശരിയല്ല, ഭാഗികമായാണ് ശരിയാണ്. ഏത് വിഷയങ്ങളും അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഒന്നും പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല, ഭാഗികമായിട്ടൊരു അംഗീകാരം ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറയും ഇത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു പരാജയമാണ്. അതുപോലെ തന്നെ ഈ റോഡിന്റെ കേസിലും പറയുന്നുണ്ട്, ഇതൊരു മോഡൽ റോഡാക്കി നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്, ഒരു പരാജയം തന്നെയാണ് എന്ന് കൂടി അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രദേശത്ത് റോഡ് പണി പൂർത്തിയായിരിക്കണമെങ്കിൽ അവിടുത്തെ നാട്ടുകാരുടെ സഹകരണം കൂടി ആവശ്യമാണ്. എൻ്റെ വാർഡിൽ, അതായത് എബി ജോർജ് എന്ന നഗരസഭാ ചെയർമാൻ്റെ വാർഡിൽ ഇതുപോലെ 3 വർഷം മുൻപ് ഒരു റോഡ് പണി നടന്ന സമയത്ത്, മോഡൽ റോഡിന്റെ നിർമ്മാണ സമയത്ത് അവിടുത്തെ ആളുകൾ നന്നായി സഹകരിച്ചു. ഇവിടുത്തെ ആളുകളും നന്നായി സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ അതിൽ ഇടപെടും എന്നുള്ളൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് പ്രശ്നമായിട്ടുള്ള സ്ഥിതിയിലേക്ക് വരും. എൻ്റെ വാർഡിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നാട്ടുകാർ സഹകരിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് പ്രസംഗത്തിന്റെ ഉള്ളിൽ പറഞ്ഞ സംഭവം. പിന്നെ അമൃതം പദ്ധതിയുടെ ഭാഗമായിട്ട് പൈപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ്, റോഡ് നിർമ്മാണം വൈകിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇതിന് ശേഷം പറയുന്ന വി.ഒ. പൈലപ്പൻ എന്ന് പറഞ്ഞ മുൻ നഗരസഭാ ചെയർമാന്റെ പ്രസംഗം അതിനേക്കാളേറെ ശ്രേഷ്ഠമായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാന സംഗതി, വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കണം. കബീർക്ക പറഞ്ഞ വിഷയങ്ങൾ ഓരോന്നും ജനങ്ങളുടെ ആവശ്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഓരോ പ്രദേശത്തു നിന്നും ഉയരുന്ന ആവശ്യങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മളത് എപ്പോഴും പോസിറ്റീവായിട്ട് കാണാനായിട്ട് പഠിക്കണം. ഞാൻ അങ്ങനെയാണ്, വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുകയാണ് വേണ്ടത്. ഈ കോൺക്രീറ്റിന്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോയിട്ടുള്ളത് ഇവിടുത്തെ നിവാസികളായിരിക്കില്ല, ബീവറേജിലേക്കുള്ള ഷോർട്ട് കട്ടാന്ന് കരുതി ഇതിലൂടെ പോകുന്ന മറ്റ് പ്രദേശത്ത് ആരെങ്കിലും ആയിരിക്കാം ഈ പറയുന്ന കോൺക്രീറ്റിന്റെ മുകളിലൂടെ ഓടിച്ചു പോയിട്ടുള്ളത് എന്നൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയാണ്. പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണണം. ഇതിനുശേഷം വന്ന ക്രാക്ടിന്റെ പ്രസിഡന്റ് പോളേട്ടൻ, അദ്ദേഹം ഈ റെസിഡൻസ് അസോസിയേഷനെ അകമഴിഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത്, പൈലപ്പേട്ടൻ പറഞ്ഞ പോലെ വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് പഠിക്കണം. വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ കൂടെ ഇരുത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് കഴിയുമ്പോഴാണ് ജനപ്രതിനിധികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുകൂടി പോളേട്ടനും പറയുകയാണ്. ഞാൻ പറയുന്നത്, വിമർശനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ, ഡെമോക്രസിയുടെ ഒരു ഭാഗമാണ്. ഞാൻ പൂർണ്ണനാണ് എന്ന് പറഞ്ഞിരിക്കുന്നതല്ല ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ രീതി. വിമർശനങ്ങൾ വരുമ്പോഴേക്കും അസഹിഷ്ണുതയോടുകൂടി അതിനെ കാണുക എന്ന് പറയുന്നതും ജനാധിപത്യത്തിന്റെ ശൈലിയല്ല. പലപ്പോഴും വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന്റെ തീവ്രമായ രീതിയിൽ തന്നെയായിരിക്കും ഇടപെടുക. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ അസഹിഷ്ണുതയോടെ ഇരിപ്പിടത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നവർ തീർച്ചയായിട്ടും കസേര മനുഷ്യന്മാരായി തീരുക എന്നല്ലാതെ വേറൊന്നുമില്ല. അവർ ഇകഴ്ത്തുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വലിയ മൂല്യങ്ങളെയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജനങ്ങളാണ് ജനാധിപത്യത്തിൽ ഏറ്റവും വലുത്. ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ വിമർശനങ്ങളും അത് പോസിറ്റീവായിട്ട് കാണുമ്പോഴാണ് ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുന്നു എന്നുള്ള തലത്തിലേക്ക് പോകുന്നത്. സ്വയം വാഴാനായിട്ട് ആർക്കും സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് നമുക്ക് കടന്നില്ല. റോഡ് റീടാറിങ്ങിനായി ഒരു ഫണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും അനുവദിക്കുകയുണ്ടായി. പല കാരണങ്ങളാൽ പണി തുടങ്ങാൻ വൈകുന്നത് കണക്കിലെടുത്ത് മുനിസിപ്പൽ അധികാരികളെ പല പ്രാവശ്യം സമീപിക്കുകയും
റീടാറിങ്ങിനുള്ള തുക അനുവദിക്കുകയും കോൺട്രാക്ടറെ പണി ഏൽപ്പിക്കുകയും ചെയ്തു. എങ്കിലും പല കാരണങ്ങളാൽ പണി ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സൈഡ് കോൺക്രീറ്റിങ്ങിലെ അപാകത പരിഹരിച്ച് മതി കോൺക്രീറ്റിംഗ് എന്ന് മുനിസിപ്പൽ അധികൃതർ തീരുമാനിക്കുകയും മഴയുടെ ശക്തി കുറഞ്ഞാൽ അപാകത പരിഹരിച്ച് എത്രയും വേഗം പണി പൂർത്തിയാക്കാമെന്ന് അധികാരികൾ വാക്ക് തന്നതുമാണ്. നിർഭാഗ്യവശാൽ നാളിതുവരെ ആയിട്ടും പണി പൂർത്തീകരിച്ചിട്ടില്ല. ആയതുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ്റെയും 2 കൗൺസിലർമാരുടെയും അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണമെന്ന് അസോസിയേഷന് വേണ്ടി പ്രസിഡന്റ് എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. വാർഡിൻ്റെ ഉൾപ്പെടുന്ന ലൈൻ മുറിയുടെ മുൻവശത്തെ റോഡിൻ്റെ വീതി വളരെ കുറവായിരുന്നു. 2 വാഹനങ്ങൾ വന്നാൽ കടന്നു പോകാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. റോഡിലേക്ക് കയറ്റിക്കെട്ടിയിട്ടുള്ള മതിൽ പൊളിക്കുന്നതിനുള്ള അനുവാദം വാങ്ങി വീണ്ടും കൗൺസിലറെ സമീപിക്കുകയും കൗൺസിലർ ഇക്കാര്യം മുനിസിപ്പൽ ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഇക്കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുനിസിപ്പൽ ചെയർമാൻ വാക്ക് തന്നിരുന്നതുമാണ്. പക്ഷേ കാര്യം നടന്നില്ല. വീണ്ടും ഇനി അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി നമ്മൾ സ്വന്തം ഫണ്ട്, നമ്മുടെ അസോസിയേഷൻ്റെ സ്വന്തം ഫണ്ട് ഏകദേശം 20,000-ന് മേലെ നമ്മുടെ ഫണ്ടിൽ നിന്ന് കാശെടുത്ത് ആ മതിൽ പൊളിച്ച് അത് അവരുടെ ആവശ്യപ്രകാരം രണ്ടാമതും 2.5 അടി വീതിയിൽ അങ്ങോട്ട് മാറ്റിക്കെട്ടി റോഡിൻ്റെ വീതി 2.5 അടി കൂടുതലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്തു തീർത്തതാണ്. റോഡ് പണിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചെയർമാനെയും കൗൺസിലർമാരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ ചെയർമാൻ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അവിടെ വണ്ടി പോകുന്ന സമയത്ത് പൊടിപടലങ്ങൾ പൊന്തി ഇതായിട്ടുള്ളത് ചെയർമാൻ കണ്ടിരിക്കുകയാണ്. പൊടിപടലങ്ങൾ പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് ഈ പൊടിപടലങ്ങൾ പറന്നത് ശ്വസിച്ചതിൻ്റെ ഫലമായി പലർക്കും പല അസ്വസ്ഥതയും രോഗങ്ങളും പിടിപെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. ഇവിടെ അധ്യക്ഷ പ്രസംഗമാണ് ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ്ടൊക്കെ ശരിയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യങ്ങളാണ്. പൂർണ്ണമായി ശരിയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ നോർത്ത് അവന്യൂ, നമ്മൾ ഈ പറഞ്ഞ ഡോക്ടർ മോഹൻ ഡോക്ടർ വീട് മുതൽ വെള്ളിക്കുളം റോഡ് വരെയുള്ള റോഡിൻ്റെ ആദ്യഘട്ടം നമ്മൾ വിചാരിച്ചൊരു ഭംഗിയിൽ അത് തീർന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. നഗരസഭ വിഭാവനം ചെയ്ത അതിൻ്റെ ഒരു ഭംഗിയിൽ ആ ഒരു റോഡ് മാത്രം തീർന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതിനു മുൻപ് നടന്ന റോഡുകളൊക്കെ തന്നെ നല്ല കാഴ്ചപ്പാടോടെ ജനങ്ങളുടെ സഹകരണത്തോടെ സാധാരണയായി സ്വന്തം വീടിൻ്റെ കോമ്പൗണ്ട് ഉയർത്തി അവിടെ നിന്ന് വീട്ടിലെ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കി വിടുന്ന പരിപാടിക്ക് വേണ്ടി വാഹനങ്ങൾ കയറുന്നതിനും വലിയ കോൺക്രീറ്റ് ഇട്ട് റോഡിൻ്റെ വീതി കട്ട് ചെയ്ത് പോയിരുന്നതൊക്കെ മറ്റ് റോഡുകൾക്കെല്ലാം അത് പൊളിച്ചു മാറ്റിക്കളഞ്ഞ് സൈഡിലൂടെ വെള്ളം പോകുന്ന രീതിയിൽ മനോഹരമായി റോഡ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ടോ നമ്മൾ വിഭാവനം ചെയ്ത സ്വപ്നം കണ്ട രീതിയിലുള്ള റോഡ് ഉണ്ടാക്കാൻ ഈ നോർത്ത് അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ്റെ എക്കാലത്തെയും പരാതിയായിട്ടുള്ള റോഡിന് സാധിച്ചില്ല എന്നുള്ളത് ഒരു പരിധിവരെ സത്യമാണ്. ഒരു റോഡിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് കുറച്ചൊക്കെ സഹകരണം ആ നാട്ടിലെ ജനങ്ങൾക്കും ഉണ്ടായിരിക്കണം. കോൺക്രീറ്റ് ചെയ്ത് അതൊന്ന് ഉണങ്ങാനായിട്ടുള്ള സമയം, ഹീൽ ചെയ്യുന്ന ഒരു ടൈം, ആ സമയത്തിനുള്ളിൽ അതിൽ മോട്ടോർ സൈക്കിളും കാറും ഓടിച്ചാൽ തീർച്ചയായിട്ടും ആ കോൺക്രീറ്റ് പിന്നെ വൃത്തിയായി കിടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാരണയായി തടയൊക്കെ വെച്ച് ടാറും പാട്ടയും കയറൊക്കെ കെട്ടി ആ പ്രദേശത്ത് വണ്ടി ഓടിക്കാതെ കാത്തു സൂക്ഷിക്കും. ഞാൻ പെരിയച്ചിറ റോഡ് MLA ADS ഉപയോഗിച്ച് ചെയ്ത സമയത്ത് ആ റോഡ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട്, എൻ്റെ വാർഡിലാണ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത ആളുകൾ ആ വാർഡിലെ ആളുകളാണ്. റോഡിൻ്റെ പണി തുടങ്ങിയ അന്ന് മുതൽ ആ നാട്ടിലെ ജനങ്ങളാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചത്. ആളുകൾക്ക് നടന്നു പോകാവുന്നൊരു സൗകര്യം മാത്രം കൊടുത്തുകൊണ്ട് ഈ കോൺക്രീറ്റ് എല്ലാം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾ സഹകരിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് 5 വർഷം തികയാണ്, 4 വർഷം കഴിഞ്ഞു. ആ റോഡിനൊരു പോറൽ പോലുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പ്രദേശത്തെ ജനങ്ങളും സഹകരിച്ചാൽ തീർച്ചയായും ജനപ്രതിനിധികൾ അതിന് താല്പര്യമെടുക്കും.
ഇവിടെയുള്ള പ്രസിഡൻറ്റും അതിൻ്റെ ഭാരവാഹികളും ഇവിടുത്തെ ജനങ്ങളും വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പറയും, അതൊക്കെ ഒരു പ്രാദേശികമായിട്ട് ആ ഭാഗത്തെ പോരായ്മകളുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തലൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ള അഭിപ്രായക്കാരനാണ്. എൻ്റെ അനുഭവത്തിലൊക്കെ ഞാൻ അങ്ങനെയാണ്. പിന്നെ ചെയർമാൻ പറഞ്ഞു ഇതുമ്മകൂടെയൊക്കെ വണ്ടി കയറ്റി പോയി എന്ന് പറഞ്ഞാൽ ചെയർമാന് ഒരു കാര്യം അറിയാണ്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ജോസലില്ലേ ഇവിടെ കയറ്റിപ്പോയതൊക്കെ എനിക്കൊരു ബിവറേജിൽ നിന്ന് ഷോർട്ടായിട്ട് മേടിക്കാൻ പോണവരായിരിക്കുള്ളൂ. ഇവിടുത്തെ ആൾക്കാരങ്ങനെ ചെയ്യാൻ വഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് അങ്ങനെയുള്ളവരൊക്കെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ഇവിടെയുള്ളവരങ്ങനെ ചെയ്യാൻ വഴിയില്ല. പിന്നെ ഈ അസോസിയേഷൻ്റെ കൂട്ടായ്മയുടെയും ഇതുപോലെ ഞങ്ങൾക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞ നമ്മൾക്ക് പറയില്ലേ, ഒരു ഇടപെടവില്ലാതെ പിന്നാലെ നിൽക്കണോണ്ടും കുറ്റപ്പെടുത്തണോണ്ടൊക്കെ ഉള്ളൊരു ഗുണം തെറ്റെന്നറിയാം. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾക്ക് 18 ലക്ഷം രൂപ ഈ മാസം കിട്ടിയത് നിങ്ങളിങ്ങനെ വേള ഉണ്ടാക്കണോണ്ടാണ്, അല്ലെങ്കിൽ കിട്ടില്ല. കാരണം എന്താണെന്നറിയാം, 7 ലക്ഷം രൂപ എൻ്റെ വാർഡിലേക്ക് അനുവദിച്ചതാണ്. പക്ഷെ എൻ്റെ വാർഡിലേക്ക് അനുവദിച്ചായാലും ഒരു കഷ്ണം എൻ്റെ വാർഡുണ്ട്, നമ്മുടെ കനാൽപ്പാലം വരെ എൻ്റെ വാർഡാണ്. പിന്നെ ലില്ലിയുടെ വാർഡിലേക്ക് 7 ലക്ഷം, 4 ലക്ഷം, 7 ലക്ഷം അവരുടെ അവിടെ എടുത്തു കഴിച്ച് ബാക്കി 4 ലക്ഷം, 18 ലക്ഷം രൂപ ഈ 20 ചെയർമാൻ പറഞ്ഞത് കൂടാണ്ട് ഈ റോഡിന് വേണ്ടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ നിന്ന്. അതെന്തായാലും മാർച്ചിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ. 45 റെസിഡൻസ് അസോസിയേഷനാണ് ഉള്ളത്. അതിൽ ആദ്യമായിട്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് തന്നെ എഴുതി വായിച്ച് ആ അസോസിയേഷൻ്റെ ആവശ്യം ബഹുമാനപ്പെട്ട ചെയർമാൻ്റെയും കൗൺസിലർമാരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ക്രാക്ട് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാനിത് സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ ചാലക്കുടി നഗരസഭ 36 വാർഡിലെ കൗൺസിലർമാരും ഏക സഹോദരന്മാരെ പോലെയാണ് ക്രാക്റ്റുമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്നും പറയുന്നില്ല. എങ്കിലും എല്ലാ വിധത്തിലുള്ള സ്നേഹവും ബഹുമാനവും തന്നുകൊണ്ടാണ് ക്രാക്റ്റിനെയും റെസിഡൻസ് അസോസിയേഷനെയും ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ചാലക്കുടി നഗരസഭയിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോർത്ത് അവന്യൂ റെസിഡൻസ് അസോസിയേഷനിൽ വരുമ്പോൾ അതിൻ്റെ ഭരണസമിതിയോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇതേ രീതിയിൽ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ചാലക്കുടിയിലെ ചാലക്കുടിക്കാരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഏറ്റവും വലിയൊരു ഫോറമാണ് റെസിഡൻസ് അസോസിയേഷൻ. നമ്മൾ സന്തോഷത്തിൽ പങ്കുചേരുന്നു, ദുഃഖത്തിൽ പങ്കുചേരുന്നു, ഒരാവശ്യങ്ങൾ പറയുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പൈൽപേട്ടൻ പറഞ്ഞ മാതിരി അത് പോസിറ്റീവ് എനർജിയിൽ എടുക്കണം, മറിച്ച് അത് മൈനസ് രൂപത്തിൽ കാണാതെ അവരെ വിളിച്ചിരുത്തി ഇതാണ് വിഷയം, ഇതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കരുത്ത് കാട്ടുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കും. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയാണ്. ആരുമായിട്ട് ഏറ്റുമുട്ടലല്ല, നന്മയുടെ പാതയെ കൂടെയുള്ള ഒരു യാത്രയാണ് റെസിഡൻസ് അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.